ലാലേട്ടൻ്റെ ക്യാമിയോ എങ്ങനെയാ ഇത്ര സർപ്രൈസ് ആയിട്ട് വെച്ചന്ന്? ഇന്നാണെങ്കിൽ അത് നടക്കുമെന്ന് നമുക്ക് പേടിയുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് ചുരണ്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ പിള്ളേർ പോലും അറിഞ്ഞിട്ട്, മഞ്ജുവും സുരേഷും അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ട്. അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. സ്വയംവരത്തിൽ 2 മോഹൻലാൽ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഫസ്റ്റ് ഡേ. അതുകൊണ്ട് എന്ത് പറ്റി, ഇൻട്രോയിലായപ്പോഴത്തേക്ക് തിയേറ്ററൊക്കെ അടിച്ച് പൊളിച്ചു, കസേരയൊക്കെ പൊളിച്ചു കളഞ്ഞു. വേണ്ടാത്തൊരു സിനിമയല്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ പരാജയം ഞങ്ങൾ ഡിസേർവ് ചെയ്തതല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോട്ടാണ് റീ റിലീസ് ദേവദൂതൻ. അത് പ്രൂവ് ചെയ്യാൻ കഴിയും. കമൽഹാസനായിട്ടൊരു ശരിക്കും ഒരു പ്രോജക്റ്റ് നടക്കേണ്ടതായിരുന്നില്ല. പല കഥകൾ ആലോചിച്ച് അവസാനം അത് ഗുണ എന്ന് പറയുന്ന സിനിമയുടെ കഥയിലേക്ക് എത്തി. തനിയാവർത്തനത്തിൻ്റെ ക്യാരക്ടറാണ്. തെങ്കാശിപട്ടണം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ലാലിൻ്റെ അടുത്ത് പോയി ഇവർ സംസാരിച്ചു. എന്താ സംസാരിച്ചതിൻ്റെ എന്തോ ഒരിത് വെച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. മണിക്ക് പകരം ആ സിനിമയിൽ അന്ന് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്ന കുതിരോട്ടം പപ്പിച്ചേട്ടൻ. പുള്ളി അന്ന് അഭിനയിക്കുകയും ചെയ്തു, 2 ദിവസം അഭിനയിച്ചു. പക്ഷേ ഈ ചൂള പഠിച്ച പാട്ടിന്റെ ശരിക്കും മേക്കിങ്ങിലൊക്കെ നിങ്ങളും ഭാഗമാണല്ലോ. അതും ശരിക്കും എങ്ങനെയാ നല്ല വൈബ്? ഭയങ്കര ഞങ്ങൾ ചെയ്തതാണ് ഡാൻസും പാട്ടും. എസ്പെഷ്യലി മഞ്ജു ചേച്ചി വാസ് വെരി വെരി മദർലി. മദർലിയും സിസ്റ്റർലി എല്ലായിരുന്നു. ഷീ വാസ് വെരി വെരി കെയറിങ്. കുറേ ഫാൻ ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ. ഹരികൃഷ്ണൻസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡേ ഓഡിയൻസ് എല്ലാം പോയത്. നമ്മൾ പതുക്കെയാണ്, സെക്കൻഡ് ഡേ തൊട്ടാണ് നമ്മളുടെ ഒരു പടത്തിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയത്. പക്ഷേ 2 പടവും ഹിറ്റായി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നമ്മൾ ചെറുപ്പത്തിൽ ടി വിയിലൊക്കെ കണ്ട ഒരുപാട് ചിത്രങ്ങളുണ്ട്. എന്നാൽ അതിൽ ചില ചിത്രങ്ങൾ നമുക്ക് എത്ര വർഷം കണ്ടാലും എത്ര പ്രാവശ്യം കണ്ടാലും മനസ്സിൽ നിൽക്കുന്ന ചിത്രങ്ങൾ. അതൊരിക്കൽ കൂടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യമാണ് സമ്മർ ഇൻ ബെത്ലഹേം തിയേറ്ററിൽ ഒരിക്കൽ കൂടെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം സംവിധായകനായിട്ടുള്ള സി വി മലയിൽ സാറുണ്ട്, സിയാദ് കോക്കർ സാറുണ്ട്. അതിൽ ചെറുപ്പ ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള അൻസു ആൻഡ് ആല. സോ 4 പേർക്കും വെൽക്കം. ശരിക്കും സാർ, ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ള കാര്യം കേട്ടോ, ശരിക്കും ലാലേട്ടൻ്റെ ക്യാമിയോ എങ്ങനെയാ ഇത്ര സർപ്രൈസ് ആയിട്ട് വെച്ചന്ന്? തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണുന്നവർക്കാണല്ലോ അറിയണേ ലാലേട്ടൻ ഉണ്ടെന്നുള്ളത്. അതെങ്ങനെ ഭയങ്കര ഹൈഡായിട്ട്? ഇന്നാണെങ്കിൽ അത് നടക്കുമെന്ന് നമുക്ക് പേടിയുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് ചുരണ്ടിക്കൊണ്ട് പോകും. ഇപ്പൊ ഒരു റൂമേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങളത് പൊക്കിക്കൊണ്ടുപോകും. അത് ഞങ്ങൾ അന്ന് ഈ പിള്ളേർ പോലും അറിഞ്ഞിട്ടില്ല. ഈ സിനിമയിൽ അഭിനയിച്ച ഇവർ പോലും മഞ്ജുവും സുരേഷും അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല അഭിനയിച്ചവരിൽ. പിന്നെ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി ഒരു പബ്ലിസിറ്റിയിലോ ഒരിടത്തൊന്നും നമ്മൾ റിവീൽ ചെയ്തില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന ആൾക്കാർക്കാണ് അത് സർപ്രൈസ് ആയിട്ട്. പ്രിവ്യൂ ശരിക്കും വെച്ചപ്പോൾ അങ്ങനെ ആരും ഒന്നും ക്ലോസ് സർക്കിൾസിൽ പണ്ട് പ്രിവ്യൂ വെക്കുന്ന ഒരു അതൊക്കെ ഞങ്ങൾ ചെന്നൈയിലാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അത്ര ഇവിടെ ഇല്ലല്ലോ. മറ്റേത് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിലേക്ക് മയക്കി കൊണ്ടുവരുന്ന പരിപാടി അന്നില്ലല്ലോ. നമ്മൾ ചെന്നൈയിൽ മാത്രമാണ് പടത്തിൻ്റെ പ്രിവ്യൂ. അവിടെയുള്ള ഫിലിം സർക്കിളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പബ്ലിക്കിലേക്ക് പോകത്തില്ല. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു അത് ആൾക്കാരിലേക്ക് എത്തത്തില്ലല്ലോ. മറ്റേത് ഒരു പ്രിവ്യൂ കണ്ടു കഴിയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ലൈവ് ആകത്തില്ല. ഇത് ആ പടം അതിനെ അരിച്ചു മുറുക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടിയിലാക്കുമല്ലോ. ആ പരിപാടി അന്നില്ലല്ലോ. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. അതിനുശേഷം ഞാനൊരു വേറൊരു പടത്തിൽ കൂടെ ഇങ്ങനെ ഒരു ഒളിച്ചു കടത്തിയില്ല അതിനെ. മായാമരത്തിൽ 2 മോഹൻലാൽ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഫസ്റ്റ് ഡേ. അന്നിങ്ങനെ റിവീൽ ആയിട്ടില്ല. 2ാമത്തെ മോഹൻലാൽ. അതുകൊണ്ട് എന്ത് പറ്റി, ഇൻട്രോയിലായപ്പോഴത്തേക്ക് തിയേറ്ററൊക്കെ അടിച്ച് പൊളിച്ചു, കസേരയൊക്കെ പൊളിച്ചു കളഞ്ഞു ആൾക്കാർ. കാരണം മറ്റേ ആദ്യത്തെ മോഹൻലാൽ മരിച്ചുപോയി ഇൻട്രോയിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇയാൾ മരിച്ചുപോയില്ലേ, ഇനി എന്തിനാ പടം കാണുന്നത് തീരുമാനിച്ച ആൾക്കാരുണ്ട്. മറ്റേ ആൾ വരുന്നതിന് വരെ ആ സർപ്രൈസ് ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് എന്തായിരുന്നു ലാലേട്ടൻ കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ്? ഞങ്ങൾ മൂവിയിലാണ് കണ്ടത്. ഞങ്ങള് ആ സീന്, അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഷോക്കും പിന്നെ ഞങ്ങൾക്ക് മിസ്സായി. ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ we were part of that movie. പറയുമ്പോ ലാലേട്ടൻ കൂടെ ഉണ്ട്. ശരിക്കും ഇവർക്കായിരിക്കുമല്ലോ കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ലെവൽ എങ്ങനെ പ്രൊമോഷൻസിന്റെ വൈബിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും? ഭയങ്കര എക്സൈറ്റഡ്. ഞങ്ങളിപ്പോ രാവിലെ തൊട്ട് ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂസ് ആണെങ്കിലും എനർജി സ്റ്റിൽ ഹൈ വെൻ സംബഡി ഒരു മൂവിനെ കുറിച്ച് പറയുമ്പോഴേക്കും തിരിച്ച് ഞങ്ങൾ വീണ്ടും എനർജറ്റിക് ആവും. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇസ് ബിക്കോസ് മൂവിയിൽ ഞങ്ങൾക്ക് അതേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബിക്കോസ് ഫുൾ ഫൺ ആയിരുന്നു. കളി, തമാശ, ചിരി, ഷൂട്ട് എന്നുള്ളൊരു സീരിയസ്നെസ് ഒട്ടും ഇല്ലായിരുന്നു. സോ അതേ ഒരു ഫീൽ തന്നെ എപ്പോഴും ഇവരെല്ലാവരും കാണുമ്പോഴും. സിയാദ് സാർ, ഇപ്പോൾ ശരിക്കും സിനിമ തന്നൊരു ട്രിബ്യൂട്ടാ ദേവദൂതന്റെ വിജയം എന്ന് എപ്പോഴും തോന്നാറുണ്ട്. കാരണം
ഒരു തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു സിനിമ ഈ തലമുറ ഭയങ്കര നന്നായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ കണ്ടു നമ്മൾ. ശരിക്കും സിയാദ് സാർ എങ്ങനെയാ ദേവദൂതന്റെ വിജയത്തിൽ കാണുന്നത്? സെക്കൻഡറി റിലീസ് വിജയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. അതാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചതാണ്. ഫസ്റ്റ് അതിൻ്റെ റിലീസിന് ശേഷം ഇത് എന്തെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതൊരു വേസ്റ്റ് ഓഫ് ഇതല്ല, അതൊരു വേണ്ടാത്തൊരു സിനിമയല്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോട്ടാണ് ഈ റീ റിലീസ് ദേവദൂതൻ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ തോട്ട് തെറ്റല്ലായിരുന്നു എന്ന് പ്രൂവ് ചെയ്തു. ശരിക്കും സുരേഷ് ഗോപി സാറിൻ്റെ ഇതിനകത്തെ ക്യാരക്ടർ നോക്കുമ്പോഴേ അന്ന് സുരേഷ് സാറിന് ശരിക്കും ഭയങ്കര ഏറ്റവും മാസ് പീക്കിൽ നിൽക്കുന്ന സമയം ബാക്ക് ടു ബാക്ക് മാസ് സിനിമകളാണ് വരുന്നത്. പക്ഷെ ഡെന്നിസ് ഏറ്റവും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളാണ്, ഏറ്റവും സിനിമയിൽ തന്നെ ഏറ്റവും കാമായിട്ടുള്ള ആളാണ്. ശരിക്കും അതൊരു റിസ്ക് ഫാക്ടർ ആയിരുന്നില്ലേ? ഇല്ല, ഞാൻ അതിന് തൊട്ട് മുമ്പ് സുരേഷിനെ വെച്ച് ചെയ്ത സിനിമയിലും സുരേഷ് ഇങ്ങനെ തന്നെയായിരുന്നു. പ്രണയവർണ്ണങ്ങളാണ്. പ്രണയവർണ്ണങ്ങൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ജില്ലാ കളക്ടറായിരുന്നു. വളരെ സോബറായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കവിതയും കേട്ട് നടക്കുന്ന. അപ്പോൾ എൻ്റെ സിനിമയിൽ സുരേഷിനെ വരുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള, ഞാനൊരു സുരേഷിനെ വെച്ച് സിനിമകൾ ചെയ്ത് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ അങ്ങനെ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് സുരേഷിന് എൻ്റെ സിനിമയിൽ പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഇത് ഒരു ടൈലർ മെയ്ഡ് ക്യാരക്ടർ തന്നെയാണ്. സുരേഷിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലൂടെ ഇതിനു മുമ്പ് സുരേഷ് എൻ്റെ കൂടെ ചെയ്തതും വളരെ സോബറായിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്ന സിനിമയിലും അങ്ങനെ തന്നെയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് അത് എൻ്റെ കൂടെ തന്നെ സുരേഷ് ചെയ്തത്. പിന്നെ അതിന് സിന്ദൂരരേഖ, അതിനകത്ത് ഒരു ക്ലാസിക്കൽ സിംഗറായിട്ടൊക്കെയാണ്. സുരേഷിൻ്റെ ഈ ആക്ഷൻ ഹീറോ പോലീസ് ഓഫീസർ ഇമേജിനെയൊക്കെ ബ്രേക്ക് ചെയ്തുള്ള ക്യാരക്ടേഴ്സാണ് എൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു എനിക്കതിനകത്ത് റിസ്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും ടൈലർ മെയ്ഡ് റോളാണ് സുരേഷ്. സുരേഷ് ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഈ സിനിമ വീണ്ടും വീണ്ടും എൻ്റെ ഈ റീ റിലീസിങ് പ്രോസസ്സിനിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തുമാത്രം സുരേഷ് ഒരു ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു പ്രസൻസാണ് സുരേഷിൻ്റെ ആ സിനിമയ്ക്കകത്തുള്ളത്. നമുക്ക് സുരേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു ആകാരം കൊണ്ടൊക്കെ സുരേഷ് വലുതായി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രൂപത്തിൽ താടിയും മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ നരച്ചു ഒക്കെ നടക്കുന്നില്ലേ പുള്ളി. അത് വേറൊരു തരത്തിൽ അതിനൊരു ഗ്രേസ് ഉണ്ടെങ്കിൽ പോലും ഈ ഡെന്നിസ് എന്ന് പറയുന്ന സുരേഷിൻ്റെ രൂപത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു, അതാണ് ഒരു വളരെ നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു പുരുഷ സൗന്ദര്യത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രഷർ വാച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓർമ്മയില്ല. അന്ന് 6 years ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇനി കാണാൻ പോണത്. അപ്പൊ ടിവിയിലൊക്കെ ഇടയ്ക്ക് ഇരുത്തല്ലല്ലോ, ഞാനും കുറുമ്പ് കാണിക്കാൻ പോകും. എപ്പോഴും കുറുമ്പായിരുന്നു. അപ്പൊ അത് കാരണം ഫുള്ളായിട്ട് ഇരുന്ന് കാണാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. ഇനി നാളെയാണ് ആക്ച്വലി ഐ എം വെരി എക്സൈറ്റഡ്. ബിക്കോസ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് തിയേറ്ററിൽ ഇരുന്ന് അതും 4K ഡോൾബി അറ്റ്മോസിൽ കാണാനായിട്ട് ഐ എം വെരി വെരി. ഫാമിലി ഒക്കെ ഒന്നും ഇങ്ങനെ പറയില്ലേ ഇത് നീ കണ്ടോ പണ്ട് ഇങ്ങനെ? ഇൻഫാക്ട് കുറെ ഫാൻ ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കിപ്പോ ഇപ്പോഴും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ. ഇപ്പോഴാണ് അതൊക്കെ എടുത്ത് വായിക്കണതും. ബിക്കോസ് നമ്മളെ ഈ നാന അങ്ങനെ പണ്ട് അങ്ങനെ ഞങ്ങളുടെ കുറെ മാഗസീൻസിലൊക്കെ ഉള്ളതുണ്ട്. ഞങ്ങളുടെ അതിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. മഞ്ജു ചേച്ചി ഞങ്ങളുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഇല്ലേ, കോഡ്സിലായിട്ടുള്ളതൊക്കെ. അപ്പൊ അതിൽ നമ്മുടെ അഡ്രസ് ഒക്കെ ഇട്ടിട്ട് അതിന്ന് അവര് ആൾക്കാര് നമുക്ക് നമ്മളെ ഇത്ര ഇഷ്ടപ്പെട്ടു, നന്നായിണ്ടായിരുന്നു എന്നൊക്കെ. സോ ഇറ്റ്സ് വെരി ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഐ ഡോണ്ട് തിങ്ക് അത് ഇപ്പോഴത്തെ ആർക്കും, ബിക്കോസ് ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ് ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ. അത് അതിനെടുക്കുന്ന എഫേർട്ട് ഒക്കെ ഭയങ്കര. അതിപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. പീപ്പിൾ ആക്ച്വലി മെയ്ഡ് എൻ എഫേർട്ട് ടു റൈറ്റ് ലെറ്റേഴ്സ് ആൻഡ് ദാറ്റ് ടു ഫോർ സംബഡി ഹു ഹാസ് ദ സ്മോളസ്റ്റ് റോൾ ഇൻ ദ ഫിലിം. അതെ, സമരംഭത്തിലും gave me that, which is I think very valuable. സാർ, ഇപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമായിട്ട് ഈ സത്യം ശിവസുന്ദരം നമ്മളിപ്പോൾ ടി വിയിൽ കാണുമ്പോൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളൊന്ന, പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ട്. ശരിക്കും തിയേറ്ററിക്കലി സാറിന് സക്സസ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു? അല്ല അല്ല, അത് നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. ബ്രേക്ക് ഈവൻ പ്രോജക്റ്റാണ്, അത്രയേ ഉള്ളൂ. ശരിക്കും എന്തായിരുന്നു അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അന്ന്?
അല്ല, അത് ആക്ച്വലി റാഫി മെക്കാട്ടും ചെയ്ത ഒരു എന്താ പറയുക ഹ്യൂമർ ബേസ്ഡ് സ്റ്റോറി ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത്തിരി അതിൻ്റെ ഒരു ഹ്യൂമർ വിട്ടുപോയി. അതാണ് അതിൻ്റെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞില്ല, ഇപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റിൽ ഇതിനകത്തുള്ള കുറേ ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഈ കലാപം മണിച്ചേട്ടനൊക്കെ ആ ഫസ്റ്റ് തമിഴ് സിനിമ ആയിരുന്നപ്പോഴും ശരിക്കും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇല്ല, മലയാളത്തിൽ പോലും തുടക്കത്തിൽ മണിയില്ല. മണിക്ക് പകരം ആ സിനിമയിൽ അന്ന് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്ന കുതിരോട്ടം പപ്പുച്ചേട്ടനാണ്. പുള്ളി അന്ന് അഭിനയിക്കുകയും ചെയ്തു, 2 ദിവസം അഭിനയിച്ചു. പക്ഷേ അവിടുത്തെ ആ പാട്ട് മാരിവില്ലൻ പാട്ടിൽ പപ്പുച്ചേട്ടൻ അഭിനയിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതായി. കാരണം അതിനകത്ത് ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പാട്ട് പാടി വരുന്ന സ്ഥലം അത് 2-3 റിഹേഴ്സലായപ്പോൾ തന്നെ പുള്ളിക്ക് ശ്വാസം മുട്ടി. പുള്ളി പറഞ്ഞ് എനിക്ക് തണുപ്പ് പുള്ളിക്ക് പറ്റുന്നില്ല, പുള്ളിക്ക് ആസ്മയുണ്ട്. അങ്ങനെ പുള്ളി സ്വയം മാറി, എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് മണിയെ വിളിച്ച് മണി വന്നു. എന്തായിരുന്നു വിളിക്കുക ശരിക്കും? ആറ് സജഷൻ അങ്ങനെ ഉണ്ടായിരുന്നു? സിയാദിൻ്റെ തൊട്ടുമുമ്പത്തെ പടത്തിലും മണി അഭിനയിച്ചു, മറവത്തൂർക്കാരിൽ. അതുകൊണ്ട് മണി ആദ്യം എൻ്റെ സിനിമയിലാണ് അഭിനയിക്കാനും വരുന്നത്. ഞാനാണ് മണി സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങളോട് രണ്ടുപേരോടുള്ളൊരു അടുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചാൽ അദ്ദേഹം തീർച്ചയായിട്ടും എത്തിയിരിക്കുമല്ലോ. അപ്പോൾ അന്ന് നമ്മൾ വിളിക്കുമ്പോൾ മണി ഫ്രീ ആയിരുന്നു, കൊണ്ട് വന്നു. ഈ അന്ന് ഈ ഫെസ്റ്റിവൽ റിലീസിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമൊക്കെ ആണല്ലോ. അപ്പം 3 പടങ്ങൾ ഏകദേശം ഒരു ദിവസം ഉണ്ടായിരുന്നു. ഹരികൃഷ്ണൻസ് ഉണ്ടായിരുന്നു, പഞ്ചാബി ഹൗസ് ഉണ്ടായിരുന്നു, സംരംഭത്തിലേം ഉണ്ടായിരുന്നു. പഞ്ചാബി ഹൗസ് ഉണ്ടായിരുന്നില്ല. പഞ്ചാബി ഹൗസ് റിലീസ് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഈ 2 പടങ്ങളും വരുന്ന കണ്ടപ്പോൾ അതിന് പ്രൊഡ്യൂസർ 1 മാസത്തേക്കുള്ള അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റി. ഈ 2 പടങ്ങൾ ഒരുമിച്ചിറങ്ങിയത്. ശരിക്കും അന്നത്തെ ഒരു ക്ലാഷ്, അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ റിലീസ് ശരിക്കും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഇല്ലേ, നമ്മൾ നേരത്തെ ഓണം എന്ന് തീരുമാനിച്ച് തുടങ്ങിയ പടമാണ്. ഹരികൃഷ്ണ അങ്ങനെ തന്നെ തുടങ്ങിയ പടമാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുക അതേ ലൊക്കേഷനിൽ അവരും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേ നമ്മുടെ ഔട്ട് ഹൗസ് എന്നൊക്കെ പറയുന്ന അവർ ആ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തെ പറ്റി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഫെസ്റ്റിവലിൽ തന്നെ വരേണ്ട പടമാണ്. കാരണം ആ പടത്തിൻ്റെ മൂഡ് അത് തന്നെയായിരുന്നല്ലോ. ഹരികൃഷ്ണൻസും അതുപോലെ തന്നെയാണ്. 2 സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് വരുന്ന ജൂഹി ചൗളയൊക്കെ ഉള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഓഡിയൻസ് വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ റിലീസ് ഡേറ്റ് ഒന്നും മാറ്റിയില്ല. അങ്ങനെ തന്നെ ഒപ്പം ഇറങ്ങി. ഇനീഷ്യലി ആ ഓഡിയൻസ് എല്ലാം പോയത് ഈ സിനിമ കാണാനാണ്. ഹരികൃഷ്ണൻ സിനിമയുടെ ഇതാണ് ഫസ്റ്റ് ഡേ ഓഡിയൻസ് എല്ലാം പോയത്. നമ്മൾ പതുക്കെയാണ് സെക്കൻഡ് ഡേ തൊട്ടാണ് നമ്മളുടെ ഒരു പടത്തിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയത്. പക്ഷേ 2 പടവും ഹിറ്റായി. 1 മാസം കഴിഞ്ഞിറങ്ങിയ പഞ്ചാബി ഹൗസും ഹിറ്റായി. അതും റിപ്പീറ്റ് വാച്ചുള്ള സിനിമയാണ്. ആൾക്കാർ ഇന്നും അതിനകത്തെ തമാശകളൊക്കെ ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന സിനിമയാണ്. ഈ ശരിക്കും വിദ്യാജിക്ക് കൊടുത്ത ഫസ്റ്റ് ഔട്ട്ലൈൻ ഐഡിയ എന്തായിരുന്നു? ഇങ്ങനത്തെ ഒരു പാട്ട് വേണം, അങ്ങനത്തെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു ശരിക്കും? അത് നമ്മൾ കഥ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓരോ പാട്ടിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞു പോയിട്ടാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3 പാട്ടുകൾ എത്രയോ ജന്മമായും ചൂളമടിച്ചും ഒരു രാത്രി കൂടി നമുക്കുണ്ടായിരുന്നു. മറ്റു 2 പാട്ടുകൾ പിന്നീട് സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്താണ് അത് ഉണ്ടായി വരാം സിറ്റുവേഷൻ വരുന്നത്. കൺഫ്യൂഷൻ തീർക്കണേയും കുഞ്ഞുമണിക്കൂട്ടിലും പിന്നീടാണ് ഉണ്ടായത്. അത് നമ്മൾ ഓവർ ദ ഫോൺ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ആണ് കമ്പോസിങ്, ഫോണിൽ കൂടെയൊക്കെ നടത്തിയ കമ്പോസിങ് ആണ്. ഈ കൺഫ്യൂഷൻ തീർക്കുമ്പോൾ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ശരിക്കും എങ്ങനെയായിരുന്നു? അത് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത് ആ പാട്ട് പൂർണ്ണമായിട്ടും. ഈ 5 പെൺകുട്ടികളും ജയറാം മാത്രമല്ലല്ലോ അതിനകത്ത്. അതൊരു ആർട്ട് ഡയറക്ടർ ബോബൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ സെറ്റൊക്കെ ചെയ്തൊരു ഫുൾ ഇൻഡോർ ഫ്ലോറിനകത്ത് ഷൂട്ട് ചെയ്തതാണ്. അന്നത്തെ കാലത്ത് അത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റുകളും കോസ്റ്റ്യൂംസ്. ആ സിനിമയിൽ മൊത്തം കോസ്റ്റ്യൂംസ് അങ്ങനെയുള്ള ആർട്ട് ഡയറക്ഷനും അങ്ങനെ തന്നെ ഏറ്റവും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇത് അതുവരെ നമ്മൾ കണ്ട ആ ഒരു ഊട്ടിയുടെ ഒരു ഗ്രീനറിയിൽ നിന്ന് മാറിയിട്ട് അതൊരു ഒരു ഇമാജിനേഷനിലുള്ള പാട്ടാണ്. റിയൽ സ്പേസിലല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സാഗറേറ്റ് ചെയ്തു അതിൻ്റെ. ഈ ശരിക്കും പാട്ട് ഭയങ്കര പാഷൻ ആവുന്നതും അത് പ്രൊഫഷൻ ആവുന്നതൊക്കെ ഇതിൻ്റെ ആയിരിക്കാം. ബിക്കോസ് ഈ സോങ്സ് എപ്പോഴും സെറ്റിൽ പ്ലേ ചെയ്യായിരുന്നു. സോ അപ്പോഴേ ഇപ്പോൾ എത്രയോ ജന്മയൊക്കെ ഉറങ്ങിക്കിടത്തിയാലും എനിക്ക് വിളി പാടാൻ പറഞ്ഞ പാടായിരുന്നു. ഒരു രാത്രി കൂടി, ഓൾ ദി സോങ്സ്. മേ ബി അതെന്റെ ചെറുപ്പത്തിൽ നമുക്കത് ഇമ്പാക്ട് വരുത്തിയിട്ടുണ്ടാവാം, അറിയില്ല. അച്ഛൻ പാടും, അങ്ങനെയാണ് ഞാനും പാട്ട് ചെറുതായി തുടങ്ങിയത്. പിന്നെ അത് പിടിച്ചു കയറി. ഈ ചൂള പഠിച്ച പാട്ടിന്റെ ശരിക്കും മേക്കിങ്ങിലൊക്കെ നിങ്ങൾ ഭാഗമാണല്ലോ. അതും ശരിക്കും എങ്ങനെയാ? നല്ല അത് ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങള് ചെയ്തതാണ്, ഡാൻസും പാട്ടും. ഇൻഫാക്ട് ഇപ്പൊ പാട്ട് കാണുമ്പോഴും വി ക്യാൻ ആക്ച്വലി ഫീൽ ആ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതുണ്ടല്ലോ ഇപ്പോഴും. ഇറ്റ്സ് സോ ഫ്രഷ് ഇൻ അവർ മൈൻഡ്.
ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എല്ലാ ചേച്ചിമാരും ഞങ്ങളെ ഭയങ്കര കെയർ എടുത്തിരുന്നു. എസ്പെഷ്യലി മഞ്ജു ചേച്ചി വാസ് വെരി വെരി മദേർലി സിസ്റ്റേർലി എല്ലാം. ഷീ വാസ് വെരി വെരി കെയറിങ്. ഞങ്ങൾക്ക് അടിച്ചുപൊളി പാട്ടിന്റെ ഒരു ആക്ച്വലി ആമിയുടെ കഥ ആ സെയിം എനർജി ആൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയൊക്കെ കളിക്കുമ്പോൾ. സോ ഇറ്റ് വാസ് വെരി മച്ച് ബിലീവബിൾ. ഞങ്ങൾക്ക് ആ ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് അറിയില്ലല്ലോ മഞ്ജു വാര്യർ എന്നുള്ളൊരു ചെറിയ കുട്ടികളല്ലേ. സോ ഫോർ അസ് ആമീസ് ക്യാരക്ടർ ആൻഡ് മഞ്ജു വാര്യർ വാസ് സെയിം ഇൻ അവർ ഐസ് ബിക്കോസ് ഷീ യൂസ് ടു ബി ദ സെയിം. ഭയങ്കര ക്യാരക്ടർ, നല്ല ഹൈ എനർജി. നമുക്കിങ്ങനെ അവിടെ പോവാം, അടിച്ചു പൊളിച്ച് ഫൺ. ഈ സിബി സാർ, ഞാൻ കേട്ടിട്ടുണ്ട് കമൽ ഹാസനായിട്ടൊരു ശരിക്കും ഒരു പ്രോജക്റ്റ് നടക്കേണ്ടതായിരുന്നില്ലേ സിനിമയിൽ? കമൽ ഹാസൻ ശരിക്കും അന്ന് എന്താ പറ്റിയതിന്? അത് ഈ കമലഹാസൻ തനിയാവർത്തനം കണ്ട ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ മാനേജറുണ്ട് അവിടുത്തെ, DNS എന്ന് പറയും, DN സുബ്രഹ്മണ്യം എന്ന് പറയും. അദ്ദേഹത്തിന് കൊടുത്തൊരു ഡേറ്റാണ്. അപ്പോൾ ആ ഡേറ്റ് അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു കഥയുണ്ട്, ഈ ഡയറക്ടറെ വിളിക്കുമെന്ന് പറഞ്ഞു എന്നെ വിളിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. അപ്പോൾ ഈ മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ക്ലാസ് മൂവിയാണ്, തമിഴിൽ ചിലപ്പോൾ അയാൾ കൊമേഴ്ഷ്യലി വർക്കാകത്തില്ല എന്നുള്ളൊരു ടെൻഷൻ വന്നപ്പോൾ പുള്ളി മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് കിട്ടിയ ഡേറ്റാണ്, അത് ഇതിന് ഭയങ്കര ക്ലാസ്സാണ്, എനിക്കൊരു കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമയാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കമലിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനൊരു കൺസേൺ ഉണ്ട്, അങ്ങനെ നമുക്കൊന്ന് വേറെ കഥ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പല കഥകൾ ആലോചിച്ച് അവസാനം അത് ഗുണ എന്ന് പറയുന്ന സിനിമയുടെ കഥയിലേക്ക് എത്തി. അതിൻ്റെ ഡിസ്കഷനിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 2-3 മാസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അതിനിടയ്ക്ക് രാജീവ് ഗാന്ധി അസാസിനേഷൻ ബേസ് ആ കാരണം കൊണ്ട് വേറൊരു സിനിമ ഉണ്ടായില്ല അതിൻ്റെ ഇടയിൽ. രാജീവ് ഗാന്ധി അസാസിനേഷൻ ആയിരുന്നില്ല, നമുക്ക് IPK ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിൽ പോയ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് നമ്മളൊരു കഥ വർക്ക് ചെയ്തിരുന്നു. അതും ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് അതും അതിൻ്റെ കുറേ ഞാനും കമലും അതിൻ്റെ റൈറ്ററും ബാലകുമാരൻ എന്ന് പറഞ്ഞ റൈറ്ററാണ്. അതുമായിട്ട് കുറേ കാലം സഞ്ചരിച്ച് ഒരു കഥയൊക്കെ രൂപപ്പെട്ട് വന്നപ്പോഴത്തേക്കും അന്ന് LTT ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതൊരു ഡേഞ്ചറസ് മൂവാണെന്നുള്ളത് ഒരു ഒരു അഡ്വൈസ് കമലിന് കിട്ടി. അത് പോകണ്ട, അത് ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞിട്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പം പലരും ചോ രാമസ്വാമി എന്നൊക്കെ പറയുന്ന അവിടുത്തെ വലിയ ആക്ടറും പൊളിറ്റീഷ്യനൊക്കെ ആയിട്ടുള്ള അവരൊക്കെ വിളിച്ച് പറഞ്ഞു കമലിത് ആവശ്യമില്ലാത്ത പരിപാടിയാണ്, തീക്കളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഗുണ എന്ന് പറയുന്ന, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം എത്തിപ്പെട്ടതും തനിയാവർത്തനത്തിൻ്റെ ക്യാരക്ടറാണ്. അതിൻ്റെ എക്സെൻട്രിസിറ്റിയിലേക്ക് ഒരാളെ കോർണർ ചെയ്യുന്നതാണല്ലോ, ഒരു ഭ്രാന്തനായിട്ട് ഒരാളെ മാറ്റും. അപ്പോൾ പുള്ളിക്ക് അത്തരത്തിലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്തു. അതിൻ്റെ വേറൊരു വേർഷനാണ് ഗുണ എന്നും പറയുന്നൊരു വേർഷനിലേക്ക് വന്നത്. അതും ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഡിസ്കഷൻസ് കംപ്ലീറ്റ് ആകുന്ന ഘട്ടത്തിൽ എനിക്ക് മലയാളത്തിലെ കമ്മിറ്റ്മെൻറ്റ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭരതം ചെയ്യേണ്ട സമയമായി. അപ്പം ഭരതത്തിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. കാരണം ലാലിൻ്റെ പ്രൊഡക്ഷനാണ്. ലാലത് തിയേറ്റർ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാ വർഷവും മാർച്ച് ലാസ്റ്റ് ഫ്രൈഡേ പ്രണവത്തിൻ്റെ പടം തിയേറ്ററിൽ വരിക എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ഞാൻ ആ ഷൂട്ടിലേക്ക് പോയത് കാരണം എനിക്ക് അതിൽ നിന്നും ഒരു 3-4 മാസം വിട്ടു നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ പുള്ളിയുടെ ആ പടത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും എന്നെ കിട്ടാതെ വന്നപ്പോൾ പിന്നെ എനിക്ക് മാറേണ്ടി വന്നത്. ശരിക്കും കോക്കസ് എൻ്റർടൈൻമെൻറ്റ്സ് ഇങ്ങനെ മിസ് ഔട്ട് ആയിട്ടുള്ള സിനിമകളുണ്ടോ? ചെയ്യാൻ പറ്റാതെ പോയ പല കാരണങ്ങൾ കൊണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ സിനിമകൾ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ റാഫി മെക്കാർട്ടിനായിട്ടുള്ളൊരു പ്രോജക്റ്റിൽ ആക്ച്വലി അത് ആദ്യം ആ സിനിമയുടെ പേരെന്താണ്, മറ്റേ നമ്മുടെ സുരേഷ് തെങ്കാശിപ്പട്ടണം എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അതിൽ അന്ന് മോഹൻലാലായിട്ടാണ് ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലിൻ്റെ അടുത്ത് പോയി ഇവർ സംസാരിച്ചു. എന്താ സംസാരിച്ചതിൻ്റെ എന്തോ ഒരിത് വെച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ തെങ്കാശിപ്പട്ടണം ഞാൻ ചെയ്യേണ്ടതായിരുന്നു വേറൊരു പാറ്റേൺ. അപ്പോൾ അതൊരു മിസ്. പക്ഷേ അതൊന്നും ഇറ്റ്സ് ഹാപ്പൻസ് സംടൈംസ്. ഈ കോക്കസിൻ്റെ അടുത്ത സിനിമ ശരിക്കും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ ഞങ്ങൾ കാര്യമായിട്ട് ഞാൻ നോക്കുന്നത് സിബി സാറിനെ വെച്ചിട്ട് തന്നെ ഒരു പ്രോജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. രഞ്ജിത്ത് ആയിട്ട് ചില സബ്ജക്ട്സൊക്കെ ഞങ്ങൾ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ ഒരു പടം തുടങ്ങിയേക്കുണ്ട്. അത് കാരണം ലെറ്റ് സി, അങ്ങനെ രഞ്ജിത്ത് അല്ലെങ്കിൽ വേറൊരു നല്ല റൈറ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ വിൽ പ്ലാൻ.
ഈ രഞ്ജിത്ത് സാർ തന്നെയാണല്ലോ സംരംഭത്തിലും ചെയ്തിട്ടുള്ളത്. അപ്പം ഈ റൈറ്റിംഗിൽ ശരിക്കും എല്ലാ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള, എന്നാൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സൽ സ്വഭാവം സംരംഭത്തിലുണ്ട്. ഇപ്പോൾ മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും എവിടെയാണെങ്കിലും ശരിക്കും ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ആ യൂണിവേഴ്സൽ സ്വഭാവം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഫസ്റ്റ് തോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ആ ഒരു ഇതെല്ലാവർക്കും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. നമ്മളുടെ ഈ ഒരു ഫാമിലി ബോണ്ടിങ് കാര്യങ്ങളും മ്യൂസിക് എല്ലാം നമ്മൾ തന്നെ ഇതിന് ഇൻസ്പയർഡ് ആയതൊരു ഹിന്ദി സിനിമയിൽ നിന്നാണ്. അതായത് അമ്മാപ്പുയെ കോൻ എന്ന് പറയുന്ന മൂവി കണ്ടപ്പോഴാണ് നമുക്ക് ആ മോഡിലൊരു സിനിമ ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു നമുക്ക് ആ ഹിന്ദി സിനിമയിൽ കണ്ട ആ മൂഡ് അതേ ഇങ്ങോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് മലയാളത്തിലേക്ക് ആ ഒരു മൂഡിലൊരു സിനിമ ചെയ്യാൻ പറ്റുന്ന തോട്ടിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ പോലെ എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇനിയും ഏത് ഭാഷയിൽ ഇപ്പോൾ ഇത് തന്നെ തമിഴിലേക്ക് പ്രിയദർശൻ ചെയ്തു. പക്ഷേ അതിനകത്ത് പുള്ളി വേറെ ലേസ അതിനകത്ത് പക്ഷേ പുള്ളി ചെപ്പെന്ന് പറയുന്ന സിനിമയും കൂടെ ബ്ലെൻഡ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇതല്ല, ഇതിലെ കുറേ കാര്യങ്ങളെടുത്ത് ചെപ്പിലെ കുറേ കാര്യങ്ങളെടുത്തിട്ട് പുള്ളി ചെയ്തതാണ്. പക്ഷെ അത് ആ രീതിയിൽ അങ്ങനെ വർക്കായില്ലെന്ന്. വീണ്ടും റീ റിലീസിനെത്തുമ്പോഴുള്ള പേഴ്സണൽ എക്സൈറ്റ്മെൻറ്റ് എന്തോരാ ഓരോ സിനിമകൾക്ക്? ഇപ്പോൾ രണ്ടാമത്തെ റീ റിലീസാണല്ലോ. ഇല്ല, ദേവദൂതൻ്റെത് വേറൊരു രീതിയിലാണ്. ഒരു ഫെയിലറായ സിനിമ, നേരത്തെ സിയാദ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തത് തെറ്റല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. നമ്മൾ ആ പരാജയം ഞങ്ങൾ ഡിസേർവ് ചെയ്തതല്ല എന്നുള്ളത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ചുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ വീണ്ടും കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതും തിയേറ്ററിൽ വർക്കാവും എന്നുള്ളതിനകത്ത് നമുക്ക് സംശയമില്ല. പിന്നെ റീ റിലീസ് എന്താണ്, അപ്പോൾ അതിൻ്റെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ട്. കാരണം ഞാൻ അത് കണ്ടിട്ടില്ല തിയേറ്ററിൽ. അപ്പോൾ അത് എനിക്ക് തന്നെ അപ്പനമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു തിയേറ്ററിൽ കാണാൻ, ഇത് പാട്ടുകളൊക്കെ കേൾക്കണമായിരുന്നു തിയേറ്ററിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ജനറേഷനെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കിയതിന് ഒരു വലിയ നന്ദി. താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you so much.